ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി എന്റെ ജീവിതത്തിലോട്ട് പറഞ്ഞത്. അത് ഞാൻ നിങ്ങളടുത്ത് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതങ്ങനെയാണ്. നമ്മൾ പഠിച്ചത് ഒരു CBSE സ്കൂളിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആദ്യമായിട്ട് UKG തൊട്ട് അവിടെ കയറി. അപ്പൊ ആ ഒരു ഏകദേശം 2 ഏക്കർ വരും ആ ഒരു CBSE സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂള് സെൻട്രലാണ്, നടുക്ക് ചുറ്റും റബ്ബർ കാടാണ്, ഫുൾ റബ്ബർ കാടാണ്. അപ്പൊ എത്ര ഏക്കർ കണക്കിനുണ്ട് ആ റബ്ബർ കാർഡ്. അപ്പൊ ആ റബ്ബർ കാർഡിന് 2 പേരുണ്ട്, ടാപ്പിങ്ങിനും അതുപോലെ തന്നെ പാലെടുക്കാനും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് സെൻട്രലായിട്ട് ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ UKGയിലായിരുന്നപ്പോഴേ വീട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2ാം ക്ലാസ് ആയപ്പോൾ അതിന്റെ പണി ഏകദേശം പൂർത്തിയാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നില അങ്ങ് പൊങ്ങി, പിന്നെ ആ പണി അവിടെ അങ്ങ് നിന്നുപോയി. പിന്നെ ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു റബ്ബർ പാല് എല്ലാം എടുത്തിട്ട് അതിന്റെ അകത്താണ് അവർ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അപ്പോൾ ഇത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞ റബ്ബർ കാടാണ്. അപ്പൊ മൊത്തത്തിൽ ആ ഏരിയ ഫുൾ അങ്ങ് ഡാർക്ക് ആവും. ഫുൾ ലൈറ്റ് എന്ന് പറഞ്ഞ സൺലൈറ്റ് ഒന്നും സാധനം അതിൻ്റെ അകത്ത് കടക്കാത്തൊരു രീതിയിലോട്ട് പോകും. പിന്നെ അവിടെ നടക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ അതിന്റെ അകത്ത് കുറെ ഒച്ചയും വിളിയും കേൾക്കുന്നൊന്ന് പിള്ളേർ പറഞ്ഞാണ്. അപ്പോൾ ഈവൻ ഞാനായിരുന്നാലും നമ്മളൊരു 3 പേരാണ് അപ്പോഴത്തെ ഒരു ഗ്യാങ് വന്നത്, നമ്മൾ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ ഈവൻ ഒരു ഇന്റർവെല്ലില്ല, ഒരു ദിവസം 10 മണിക്കുള്ള ഇന്റർവെല്ലിന് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ആ ഒരു വീട്ടിലോട്ട് പോയി. ആ ഒരു വീട്ടിലോട്ട് ചുമ്മാ ജസ്റ്റ് എന്തിനോ പോയി. അതൊരു വഴിയാണ്, വഴിയുണ്ട്, മുള്ളുവേലിയുണ്ട്, ഗേറ്റുണ്ട്. അപ്പൊ ഇവൻ ഗേറ്റ് തുറന്ന് അവിടെ പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഒറ്റയ്ക്ക് അവിടെ കിടക്കുകയാണ്, നമുക്ക് ഇനി എടുത്തോണ്ട് വന്നാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പോയി ആ ഒരു പട്ടിക്കുട്ടി എടുത്തോണ്ട് വന്നു. പിന്നെ പട്ടിക്കുട്ടി സ്കൂൾ കോമ്പൗണ്ടിലോട്ടാക്കി. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന എന്തോ ചോറോ ചപ്പാത്തിയോ എന്തോ അതിന് കൊടുത്തു. പിന്നെ അങ്ങോട്ട് പോയി. അപ്പൊ ഇവൻ ആ ഒരു ഏരിയ കൂടിയാണ് നടന്നു പോകാറുള്ളത് സാധാരണ. അപ്പൊ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയി. ആ ഒരു ഏരിയ കൂടി ഇവൻ നടന്നു പോകും. നമ്മളൊക്കെ പോകുന്നത് സ്കൂൾ ബസ്സിലാണ്. അപ്പൊ നമ്മള് 3 പേര് സ്കൂൾ ബസ്സിൽ പോയി. ഇവൻ അതുവഴി അങ്ങ് നടന്നു പോയി. പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ വന്നപ്പോ ഇവ വന്നില്ല. അപ്പൊ ഇവ എന്താണ് വരാത്തത് നമ്മളിങ്ങനെ ചോദിച്ചു. അപ്പൊ നോർമലി ആ ഒരു പട്ടിക്കുട്ടി അവിടെ ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് പോയി ഫുഡ് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോ അവന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, അവ ഇന്നലെ സ്കൂള് വിട്ടപ്പോ അതുവഴി പോയതാണ്, പിന്നെ 7 മണിയായിട്ട് വീട്ടിലോട്ട് വന്നില്ല. അങ്ങനെ ക്ലാസ് ടീച്ചറിനെല്ലാം വിളിച്ച് ചോദിച്ചു, എന്താണ് വരാത്തത്, ഇതുവരെ എത്തിയില്ല, എല്ലാവരും പേടിച്ചു. അപ്പൊ ഇവൻ വന്ന വഴി കൂടെ ഇവന്റെ അച്ഛനും ഇവന്റെ വലിയച്ഛനും ആരുമാണ് ടോർച്ചടിച്ച് വന്നപ്പോ ഇവൻ ആ ഒരു വീട്ടിന്റെ അവിടെ ഒരു ഇതില് ബോധം കെട്ട് കിടക്കുകയാണ് ചെയ്തത്. ഒരു 7 മണി അടുപ്പിച്ചായി. അപ്പൊ ബോധം കെട്ട് കിടക്കുന്നു. ഇവനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുവന്നു. ആദ്യം വിചാരിച്ചത് വല്ല പാമ്പോ എന്തെങ്കിലും കടിച്ച് ബോധം കെട്ട് പോയതായിരുന്നു. പക്ഷെ ഇവന്റെ ദേഹത്ത് ഒരൊറ്റ മുറിവുകളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവന് ബോധം വന്നപ്പോ പിറ്റേ ദിവസമായി. ബോധം വന്നപ്പോ പിറ്റേ ദിവസം അപ്പൊ എന്തോ കണ്ടു എന്ന് പറയുന്നു. ഇവൻ എന്താണ് പറ്റിയെന്ന് നമ്മൾ സ്കൂളിൽ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവൻ വന്നിട്ട് എന്തൊരു കണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ അകത്തൂടെ നോക്കിയപ്പോ എന്തോ ഒരു സാധനം വന്ന് എന്റെ മുഖത്തൊന്ന് അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ബോധം കെട്ടി വീഴുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, എന്തിനാ അതിന്റെ അകത്ത് നോക്കി ചോദിച്ചപ്പോ അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പട്ടിക്കുട്ടിയുടെ വേറൊരു അതേ സെയിം പോലത്തെ ഒരു പട്ടിക്കുട്ടി അതിന്റെ അകത്ത് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തോണ്ട് വന്ന പട്ടിക്കുട്ടി വീണ്ടും തിരിച്ച് ഇതിന്റെ അകത്ത് പോയി എന്നാണ്. അപ്പൊ അത് നോക്കാനാണ് ഞാൻ ജസ്റ്റ് ജനൽ കമ്പിയിലൂടെ പിടിച്ചോണ്ട് നോക്കിയപ്പോ പിന്നെ എന്തോ ഒരു സാധനം വന്ന് അവനെ അടിച്ചിട്ടിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ബോധം വന്നപ്പോ ആ ആശുപത്രിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ഡോക്ടർമാര് പറഞ്ഞപ്പോ ഡോക്ടർമാര് പറയുന്നത് വേറെ എന്തെങ്കിലും കണ്ട് പേടിച്ചതാവാം, അല്ലെങ്കിൽ ഇവന്റെ മൈൻഡിലുള്ള എന്തെങ്കിലും കണ്ടിട്ട് ഇവ ഇങ്ങനെ ആയതാവാം എന്ന് പറയുന്നു. പിന്നീട് അവിടെ നടക്കുന്ന വെച്ചാൽ ആ ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ ആ ഒരു മുള്ളുവേലി ബാധ മൊത്തത്തിൽ അങ്ങ് ലോക്കുകയാണ് ചെയ്തത്. അതായത് ആ മുള്ളുവേലി പൊളിച്ചിട്ട് ഈ സ്കൂളുകാരാണ് മുൻകൈ എടുത്തിട്ട് മുള്ളുവേലി പൊളിച്ചിട്ട് പിന്നെ അവിടെ മതിലാണ് പൊങ്ങിയതാണ്. സോ ഇപ്പോഴും അവൻ എന്താണ് അവിടെ കണ്ട് എന്ന് ഒരു നിശ്ചയവുമില്ല. ഇപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. എന്താണ് കണ്ടെന്ന് നിശ്ചയമില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ഒരു നെഗറ്റീവ് എനർജി അവന് ഫീൽ ചെയ്തതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അദൃശ്യ ശക്തി അവിടെ ഉള്ളതാണോ. സോ ഇതിനെ പറ്റിയുള്ള നിങ്ങളെ ഇപ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്ക്.